പുതിയ തലമുറയിൽ വളർന്നു വരുന്ന കുട്ടികളിൽ മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനോട് പൊതുവെ താല്പര്യക്കുറവും വിരക്തിയും കാണപ്പെടുന്നുണ്ട്. എന്തായിരിക്കും അതിന് പിന്നിലുള്ള സൈക്കോളജിക്കൽ റീസൺ? ഓക്കെ, ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് വിവാഹത്തോട് ഒരു വിരക്തിയും വിയോജിപ്പും അനിഷ്ടവും വരുന്നുണ്ട്. അതിൻ്റെ റീസൺസ്, സൈക്കോളജിക്കൽ റീസൺസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് സൈക്കോളജിക്കലായിട്ടുള്ള കുറേ റീസൺസ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഉള്ള കുറേ റീസൺസ് ഉണ്ട്, ബയോളജിക്കൽ റീസൺസും കൂടെ കാണാം. ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് നിലവാരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഒരു ഇൻഡിവിജ്വൽ, ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട, കുട്ടിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ. രണ്ട്, ഇതുപോലുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനം, രണ്ടും ഇതിന് പിന്നിൽ കാണാറുണ്ട്. ഇതിൽ ആദ്യത്തേത് ഉള്ളത് കൊണ്ട് ആണ് രണ്ടാമത്തതിനെ കൂട്ടുപിടിച്ച് ജനറലൈസ് ചെയ്യുക, റേഷണലൈസേഷൻ എന്ന് പറയും. ഈ റേഷണലൈസേഷൻ നടത്തുന്നത് വഴിയാണ് രണ്ടാമത്തെ കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടെ അടുത്ത് ഉണ്ടായി നമ്മുടെ പരിചയത്തിലുള്ള ഒരു പള്ളിയിലെ ഇമാം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കുട്ടികളിൽ ഇങ്ങനൊരു പ്രവണത കാണുന്നുണ്ട്, അതിൻ്റെ സാമൂഹികമായിട്ടുള്ള കുറേ റീസൺസ് ആണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാമൂഹികമായ റീസൺസ് ഉണ്ട്, പക്ഷെ അതിനെ കൂട്ടുപിടിക്കണം, അതല്ല റിയലി പ്രോബ്ലംസ് ഓരോ കുട്ടിക്കും അവൻ്റെ വ്യക്തിതലത്തിലുണ്ടാകുന്ന. കാരണം ഓരോ കുഞ്ഞും ജനിക്കുന്നത് അവൻ്റെ നേച്ചുറൽ ഡിസ്പോസിഷനിലാണ്, ജന്മശുദ്ധിയിലാണ്. ആ ജന്മശുദ്ധിയിൽ ജനിക്കുന്ന കുഞ്ഞിന് ഓട്ടോമാറ്റിക്കായിട്ട് അവനൊരു ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് ടു ബി ലവ് ആൻഡ് ലവ്. അപ്പൊ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടുവാനും ഒരു സോഷ്യൽ ബോണ്ട് ആ കുഞ്ഞിന്റെ നേച്ചുറൽ ഡിസ്പോസിഷനിലുണ്ട്. അവന്റെ ഫിത്രത്തിൽ ഉണ്ട്. പക്ഷെ അതിനെ ബ്രേക്ക് ആകുമാർ അവനിൽ തന്നെ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അവനെ ഇതിനെ ബ്രേക്ക് ചെയ്യിക്കുന്നത്, അതിനപ്പുറത്തേക്ക് അവരെ ചിന്തിപ്പിക്കുന്നത്. അങ്ങനെ ചിന്ത വരുന്ന സമയത്ത് ഇവനത് അതിന് എക്സ്ക്യൂസസ് കാണും, അല്ലെങ്കിൽ ജനറലൈസേഷൻ കാണും. അതിൽ ഇത്തരം പ്രവണത മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. എന്തൊരു തിന്മയെയും അല്ലെങ്കിൽ എന്തൊരു നെഗറ്റീവിനെയും നിങ്ങൾ നോർമലൈസ് ചെയ്യുന്നോ അത്രത്തോളം അതിന്റെ ഗൗരവം കുറയും. തിന്മകളെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം കുറയും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇത്തരം ഗ്രൂപ്പ് തോട്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ തോട്ട്സ്, ഇതിനെ കുട്ടികൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുപിടിക്കുക എന്ന് മാത്രമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വ്യക്തിതലത്തിൽ ഉണ്ടാകുന്ന റീസൺസ് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കാര്യമായിട്ടുണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ദുരനുഭവം, ട്രോമ. കുട്ടികൾക്ക് ലവ് ആൻഡ് സെക്സ് എന്ന വിഷയത്തിൽ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഒരുപാട് കേസുകളിൽ ദുരനുഭവങ്ങളുണ്ട്. സെക്സിന് അബ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് അബ്യൂസസ് പല കുട്ടികളിലും കാണപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത് എനിക്കറിയാം, ഒരു 24 വയസ്സുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് വിവാഹം വേണ്ട. ആ കുഞ്ഞിനെ എപ്പോൾ നോക്കിയാലും ഒരു കരച്ചിലും ഒരു ഇതാണ്. ഈ കുഞ്ഞിന് വിവാഹം വേണ്ട. ഇതിന്റെ കാരണം നമ്മൾ കൗൺസിൽ ചെയ്ത സമയത്ത് കുട്ടി പറയാൻ മടിച്ചു. പക്ഷേ കുട്ടി കൗൺസിൽ ചെയ്ത സമയത്ത് നമുക്കത് പുറത്ത് വന്നു. ആ കുട്ടി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മനുഷ്യനോട് ഈ അനുഭവം പറഞ്ഞത് ചെറുപ്പകാലത്ത് തന്നെ ഈ കുട്ടിയുടെ മെറ്റേണൽ അങ്കിൾ, ഉമ്മയുടെ സഹോദരൻ അബ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നത് അബ്യൂസ് ആണെന്ന് പോലും കുട്ടിക്ക് മനസ്സിലാവാത്ത പ്രായത്തിലായതുകൊണ്ട്. പക്ഷെ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുട്ടിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടിക്ക് ഇത് ബാഡ് ടച്ച് ആയിരുന്നു എന്നത്. അങ്ങനെ വന്ന കുട്ടിക്ക് ഐ ആം അബ്യൂസ്ഡ്, ഐ ആം യൂസ്ഡ്, ഐ ആം എ വേസ്റ്റ്, ഞാൻ മറ്റൊരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ഞാൻ പോകാൻ പാടില്ല എന്ന ചിന്തയിൽ നിന്നാണ് കുട്ടിക്ക് എന്ത് ചെയ്യുന്നത്? റിജക്ഷൻ വരുന്നത്. അതിന് നമ്മൾ അൽഹംദുലില്ലാ, താങ്ക്സ് ടു ഗോഡ്, നമ്മളത് തെറാപ്യൂട്ടിക്കലി അറ്റൻഡ് ചെയ്തു. ഐ തിങ്ക് 4-5 സെഷൻസ് അറ്റൻഡ് ചെയ്തു. ആ കുട്ടിയുടെ ഉള്ളിൽ മാറ്റം വന്നു. ആ കുട്ടി അവളുടെ നിക്കാഹിനും കല്യാണത്തിനൊക്കെ എന്നെ ക്ഷണിച്ചിരുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കേസ്, ഒന്നല്ല ഒരുപാട്. അതുപോലെ മറ്റൊരു 26 ആയ ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് റെഫ്യൂസ് ചെയ്തിരുന്നു. അത് കൗൺസിലിങ്ങിലൂടെ ശരിയായി കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ട്രോമ, ബാഡ് ഇൻസിഡൻസ്, അത് ആണ് ഒന്നാമത്തെ റീസൺസ്. രണ്ടാമത്തത് കുട്ടികളെല്ലാവരും ആങ്സൈറ്റി നല്ലോണമുണ്ട്, ഉത്കണ്ഠ. അതെന്താ ഉത്കണ്ഠ എന്ന് അറിയോ? ഒന്ന് ജെൻഡർ, രണ്ടാമത്തത് എന്താ പറയാ ഇൻലോസ്. കുട്ടികൾക്ക് അവർക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠ, അവർക്ക് തൻ്റെ ഇണയെ, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക്, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിക്കും, അവർക്ക് തൻ്റെ ഇണയെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം, അതല്ലെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കും, ഞാൻ അവളെ സ്നേഹിക്കും, ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടാക്കിയെടുക്കും, നമ്മളെ നല്ല ഒരു ലൈഫ് ഞങ്ങൾക്ക് കെട്ടിപ്പടുക്കാം. കാരണം പിന്നെ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ എഡ്യൂക്കേറ്റഡ്, എൻ്റെ വൈഫ് എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളൊരു ധാരണ കൊണ്ട് കുട്ടികൾക്കൊരു കോൺഫിഡൻസ് വരും. പക്ഷേ അവർ തകർന്നു പോകുന്നത് എവിടെയെന്നറിയോ? അവർ ഇൻലോസിൻ്റെ മുമ്പിൽ അവരെ പരാജയപ്പെടുന്നതാണ്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്.
ഇൻലോസ്, ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടി ആൺകുട്ടിയെ നിങ്ങൾ ലൈഫിൽ ടെസ്റ്റ് ചെയ്തോ. നിങ്ങൾ ഒരു 25 വേണ്ട, ഒരു 50 ഒരു 100 കുട്ടികളെ ടെസ്റ്റ് ചെയ്തോ. ഈ കുട്ടികളുടെ മുഴുവൻ നിങ്ങൾ മാരേജിനെ കുറിച്ചുള്ള ആങ്സൈറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കെണിയായി വരുന്ന ആളെ അവരെ ശരിക്കും സ്നേഹിക്കുമെന്നും കെയർ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അതേസമയം അവർക്ക് കോൺഫിഡൻസ് പോകുന്നത് എവിടെയാണെന്നറിയോ? ഈ ഭർത്താവിൻ്റെ ഉമ്മയെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, ഈ ഭർത്താവിൻ്റെ ഉപ്പയെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അവരുണ്ടാകുന്ന ജ്യേഷ്ഠന്മാരുടെ അനിയന്മാരുടെ ഭാര്യമാർ, ഇവരെ ഞങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നാണ് ഒരു പെൺകുട്ടിയുടെ ചുരുക്കി പറഞ്ഞാൽ അമ്മായിമ ഫോബിയ എന്ന് പറയാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അമ്മായിമയോടുള്ള ഭയം. അതുപോലെ ഈ പുരുഷനുണ്ടാകുന്നുണ്ട്. ഈ ആൺകുട്ടിക്ക് എന്തുണ്ടാവുക? ഞാൻ കൊണ്ടുവരുന്ന പെണ്ണിനെ ഞാൻ ശരിക്ക് സ്നേഹിക്കും, നല്ല ബോണ്ട് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ അവളെ എൻ്റെ ഉമ്മയുമായിട്ട് ഞാൻ എങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുമായിട്ട് ഞാൻ എങ്ങനെ ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഫോം ചെയ്യും? അവിടെ ഈ ആൺകുട്ടിക്ക് ഒരു ഈ ആങ്സൈറ്റി വളരെ കോമൺ ആയിട്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അവർക്ക് ബാഡ് എക്സ്പീരിയൻസസ് ധാരാളം. അതായത് അവരുടെ മാതാവിൻ്റെ കഷ്ടപ്പാട് കണ്ട പെൺകുട്ടികൾ അധികവും കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണം ഞാൻ ചോദിച്ചപ്പോൾ അത് എന്തിനാ കല്യാണം, ഉമ്മയെ പോലെ അവനല്ലേ, എന്തിനാ കല്യാണം, താത്താനെ പോലെ അവനല്ലേ, എന്തിനാ കല്യാണം, എൻ്റെ ടീച്ചർ അനുഭവം എനിക്കറിയാം, എന്തിനാ കല്യാണം, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കല്യാണം കഴിഞ്ഞു, അവരുടെ അനുഭവം എനിക്കറിയാം, അവരൊക്കെ എന്നോട് കൂടി കല്യാണം കഴിക്കണ്ടടി, അങ്ങനെ നല്ലത് എന്ന് അവരെന്നോട് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൺകുട്ടികൾ എനിക്കറിയാം, നേരിട്ടറിയാം. അവൻ എന്നോട് ചോദ്യം ചോദിച്ച് എൻ്റെ ഫ്രണ്ട്സ് ഒരു 25 പേരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അവരുടെ ഫോൺ നമ്പർ തരാം, നിങ്ങൾ അവരെ വിളിച്ചിട്ട് നിങ്ങളെ ലൈഫിൽ ഹാപ്പിയാണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആ വീട്ടിലുണ്ടാകുന്ന മാതാപിതാക്കൾ അൺഹാപ്പി ആണെങ്കിൽ, അൺഹെൽത്തി റിലേഷൻ ആണെങ്കിൽ അതിൻ്റെ മക്കളിൽ അത് സംഭവിക്കും. നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിലുണ്ടാകുന്ന മക്കൾ അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അൺഹാപ്പി ഉണ്ടാകുള്ളൂ. അൺഹാപ്പി റിലേഷൻഷിപ്പ് ആയിരിക്കും, കോറലിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇത് പാരൻറ്റിങ്ങിൻ്റെ വിഷയമാണ്. ഒരു ഹെൽത്തി പാരൻറ്റിങ് കിട്ടിയ ഒരു മാതാപിതാക്കൾക്ക് അവർക്ക് ഹെൽത്തി പാരൻറ്റിങ് മക്കൾക്ക് കൊടുക്കാൻ കഴിയും. അൺഹെൽത്തി പാരൻറ്റിങ് കിട്ടിയ, ഫോർ എക്സാമ്പിൾ എനിക്ക് അൺഹെൽത്തി പാരൻറ്റിങ് ആണ് കിട്ടിയതെങ്കിൽ എൻ്റെ മക്കൾക്ക് അൺഹെൽത്തി പാരൻറ്റിങ്ങേ കൊടുക്കാൻ കഴിയും. എന്നെ കൊണ്ട് ചേഞ്ച് ആക്കാൻ കഴിയില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ ഐ ചേഞ്ച് മൈ പേഴ്സണാലിറ്റി. പറഞ്ഞു മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻസ് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരു വലിയൊരു ലോകം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തലമുറകളിലേക്കായിട്ട് പറഞ്ഞും പ്രചരിപ്പിച്ചും അല്ലാതെയും എമോഷണൽ ട്രാൻസ്ഫറൻസിലൂടെയും അത് സംഭവിച്ചു വരുന്നു. ഇത് കുട്ടികളുടെ ഉള്ളിൽ. അതുകൊണ്ട് മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റിയും അവരുടെ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന അവരുടെ ഡിപ്രസീവ് മൈൻഡും ആങ്സൈറ്റിയും തൻ്റെ മക്കളിലേക്ക് അത് തന്നെ എമോഷണൽ ട്രാൻസ്ഫറൻസ്, അതൊരു മെറ്റാഫിസിക്കൽ ഒരു പാരാസൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ്. എമോഷണൽ ട്രാൻസ്ഫറൻസ് ഉണ്ടാകും. ഈ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ദുരനുഭവം കണ്ടു മനസ്സിലാക്കിയതിന് അപ്പുറത്തേക്ക് തന്നെ എമോഷണൽ ട്രാൻസ്ഫറൻസ് ഉണ്ടാകും. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് റീസൺസ്. നാലാമത്തത് കുട്ടികൾക്ക് ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്, ഒരു യാഥാർത്ഥ്യമല്ലാത്ത കുറേ എക്സ്പെക്റ്റേഷൻസ് കുട്ടികൾക്ക് ഉണ്ടാകും. ആ എക്സ്പെക്റ്റേഷൻസ് നടപ്പാകുമെന്ന് തോന്നാത്ത സമയത്ത് അത് അധികം ഫിലിംസും മൂവീസിൽ നിന്നും അല്ലെങ്കിൽ ഇത് ഫാൻറ്റസൈസ് ചെയ്തിട്ടുള്ള കഥകളിൽ നിന്നൊക്കെയാണ് അത് കിട്ടുന്നത്. അത് കുട്ടികൾക്ക് റിയൽ ലൈഫിൽ നടക്കുമെന്ന് തോന്നാതെ വരുന്ന സമയത്ത് ഇവർ മാരേജിനെ ഓപ്പോസ് ചെയ്യും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതാണ് ജനറലായിട്ട് കാണുന്ന ചെറിയൊരു ട്രെൻഡ്. പിന്നെ കുട്ടികളിൽ വ്യക്തിപരമായിട്ട് കാണുന്ന വിഷയങ്ങൾ. പിന്നെ ജനറലൈസ്ഡ് ഉണ്ടാകുന്നത് അതെന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഐസൊലേഷൻ, ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അധികം ആളുകളും ഇൻഡിപെൻഡൻസും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇൻറ്റിമസി പലപ്പോഴും ഇൻഡിപെൻഡൻസിന് എതിരായി വരുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു പ്രൈമറി നീഡ് ആയതുകൊണ്ട് മനുഷ്യൻ്റെ ചെറുപ്പകാലത്തിലെ ഈ ആവശ്യകത മുന്നോട്ട് വരും. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു കുട്ടിക്ക് 15, 20, 25 ആകുമ്പോഴേക്ക് ഈ കുട്ടിക്ക് ഒരു ഇൻറ്റിമസിയുടെ ആവശ്യകത തോന്നുകയും വരും. പക്ഷെ ആ സമയത്ത് എന്തായി, പഠനം എവിടെ എത്തിയിട്ടില്ല, ജോലിയൊന്നും ആയിട്ടില്ല, ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏട്ടത്തി കല്യാണം കഴിച്ചിട്ടില്ല, ഇത്രയും നേരത്തൊന്നും നമ്മുടെ സമൂഹത്തിൽ കല്യാണം കഴിക്കാറില്ല എന്നുള്ള ഫീലിംഗ് കൊണ്ട് ഈ കുട്ടിയുടെ ഇൻറ്റിമസി റിക്വയർമെന്റ് അവൻ സപ്രസ് ചെയ്യുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അവനിലേക്ക് അവൻ യോജിച്ചു വന്നു. പിന്നെ അവൻ വളരുന്നത് അവൻ്റെ എസ്തെറ്റിക് നീഡ്സുകളാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അബ്രഹാം മാസ്ലോന്റെ ഹിയറാർക്കി ഓഫ് നീഡ്സ് ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഭവമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ്റെ ഈ ലവ് ആൻഡ് ഇൻറ്റിമസി എന്ന് പറയുന്ന ആ ഒരു നീഡിനെ അവൻ സപ്രസ് ചെയ്ത്
അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് അവൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് അവൻ എത്തി. അപ്പോൾ അതുകൊണ്ട് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഒരു ആഫ്റ്റർ 25 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ മൈൻഡ് പോകുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളതിന് ഇൻറ്റിമസി, റെസ്പോൺസിബിലിറ്റി, ബോണ്ട്, അതുപോലെ ഇങ്ങനെ ഒരു 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 കൂട്ടുവ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഇണ എപ്പോഴും ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തടസ്സമാകും എന്ന് കുട്ടികൾക്ക് മൊത്തത്തിൽ തോന്നുന്ന ഒരു ജനറൽ, അത് അവൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, ദറ്റ്സ് മോസ്റ്റ്ലി ഷെയർഡ്, അത് അധികം ഷെയർഡാണ്. മാത്രമല്ല ഇങ്ങനെ ഈ യുവാക്കളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് കളക്റ്റീവ് അൺകോൺഷ്യസ് വഴി നമ്മളെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഒരു പേഴ്സണൽ അൺകോൺഷ്യസ് ഉണ്ട്, അതുപോലെ കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് ഒക്കെ പാരാസൈക്കോളജിക്കൽ സബ്ജക്റ്റുകളാണ്. പാരാസൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫേക്കാന്ന് പറഞ്ഞു വിടും. ബട്ട് മോഡേൺ സൈക്കോളജിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഫേക്ക്. മനസ്സിലായില്ലേ? മോഡേൺ സൈക്കോളജിയിൽ നിന്ന് സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രോബ്ലംസിനെ കുറിച്ചുള്ള പഠനമാണ് പാരാസൈക്കോളജിയും മെറ്റാസൈക്കോളജിക്ക് എത്തിയത്. സിഗ്മണ്ട് ഫ്രോയിഡ് ഇസ് ദ വൺ ഹു നെയിംഡ് ഇറ്റ്. മനസ്സിലായില്ലേ? മെറ്റാസൈക്കോളജി എന്ന് പേരിട്ടത് ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ്. സോ ഇത്തരം വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനറലായിട്ട് സമൂഹത്തിൽ കാണുന്ന ഇത്തരം പ്രവണതകളെ റേഷണലൈസ് ചെയ്യും കുട്ടികൾ അവരുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലംസിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് വ്യക്തിപരമായിട്ട് അവരുണ്ടാകുന്ന ട്രോമാസോ ദുരനുഭവങ്ങളോ, അവരുടെ വീട്ടിലുണ്ടാകുന്ന ദുരനുഭവങ്ങളോ, അവരുടെ മാതാപിതാക്കളുടെ പിന്നെ ഡിസ്ഫങ്ഷണൽ ഫാമിലി റിലേഷൻഷിപ്പും, അല്ലെങ്കിൽ അവർക്ക് ഒരു ഹയർ എക്സ്പെക്ടേഷൻസ് ഉണ്ടായി അത് നടന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്ത സമയത്തൊക്കെ അവർ എന്ത് ചെയ്യും, അതിനൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി റേഷണലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ കുറേ സംഗതികളാണ് ജനറലായിട്ട് കുട്ടികളിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻസ് ഒന്നുമില്ല. അത്തരം കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഒരു റാപ്പോർട്ട്, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആ കുട്ടികളുടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. വൈ? ബിക്കോസ് അവരുടെ ശുദ്ധ പ്രകൃതിയിൽ, നേച്ചറൽ ഡിസ്പോസിഷനിൽ ലവ്, സെക്സ്, മാരേജ്, ബോണ്ട്, ബിലോങ്ങിങ്സ്, ടു ബി ഷെയറിംഗ് ഇതെല്ലാം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് വെൻ വി അഡ്രസ് ദെയർ സ്പിരിച്വൽ പേഴ്സൺ ഇൻസൈഡ്, അവരുടെ ഉള്ളിൽ ആത്മാവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവരിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെ ഇതെല്ലാം ശരിയാക്കി എടുക്കാനും കഴിയും. അതുകൊണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പ്രീ പ്രപ്പോസൽ കൗൺസിലിംഗ്, പ്രപ്പോസൽസ് അലയൻസ് പിന്നെ സീക്ക് ചെയ്യുന്നതിന് മുമ്പ് കൗൺസിലിംഗ് ഉണ്ട്, അത് കൊടുക്കാറുണ്ട് ഞാൻ. പ്രീ പ്രപ്പോസൽ കൗൺസിലിംഗ് കൊടുക്കും, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കും, പിന്നെ എന്താ പറയുക അവരുടെ ഏർലി സ്റ്റേജസ് ഉണ്ടാകുന്ന കൗൺസിലിംഗ് കൊടുക്കും, പിന്നെ പ്രഗ്നൻസി മറ്റോ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള കൗൺസിലിംഗ് കൊടുക്കും. പല റേഞ്ചിലുള്ള കൗൺസിലിംഗ് ഉണ്ട്. എന്തായിരുന്നാലും പ്രീ പ്രപ്പോസൽസ് കൗൺസിലിംഗ് നമ്മൾ ധാരാളം കൊടുത്തിട്ടുണ്ട്, കുട്ടികളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, അത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുത്തി ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. യെസ്, എനിവേ, സോ ഐ മീൻ ടു സേ proper counseling and therapeutic intervention is the solution for all these problems. Okay, thank you.